ഓരോ ദിവസങ്ങൾ വിമൻസ് ഡേ മെൻസ് ഡേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ആ സമയങ്ങളിൽ മാത്രമുള്ള ഈ പുരോഗമന ചിന്താഗതി അല്ലാതെ എന്തെങ്കിലും ഒരു മാറ്റം എന്താ പറയുക, അത് കഴിയുമ്പം ഇപ്പോൾ ആ ഡേ സ്പെസിഫിക് ഡേ ഏതാണോ ആ ഡേ കഴിയുമ്പം ആ ഒരു ദിവസത്തിന് നമ്മൾ മറക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ വിമൻസ് ഡേ ആണ് നാളെ March 8. പക്ഷെ ആ ദിവസം നമ്മളത് സെലിബ്രേറ്റ് ചെയ്യണു, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മറക്കുന്നു. അങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ ഒരു നിലവാരത്തിൽ നമ്മുടെ സൊസൈറ്റി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എന്തായാലും ആളുകളുടെ മൈൻഡ്, ഇപ്പം ഞാനോ നിങ്ങളെ ഓർഗനൈസേഷനോ അങ്ങനെയല്ല, ഒരാൾ ചിന്തിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. എല്ലാവരും ഒരേപോലെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത നമ്മൾ കാണുന്നുള്ളൂ. 27 കൊല്ലമായിട്ട് കച്ചവടം ചെയ്യുന്ന ആളാണ്. ഞാൻ കടല വിറ്റിട്ട് അതിൻ്റെ 6 മക്കളെ പഠിപ്പിച്ച് മൂത്താൾ മിലിറ്ററിയിലാണ്. ഇപ്പോൾ ചേർന്നിട്ടുള്ളൂ. കുറച്ച് ഒരു കൊല്ലമായി ട്രെയിനിങ് കഴിഞ്ഞ് ഇപ്പോൾ 2 മാസമായി പഠിപ്പിച്ചത്. വളരെയധികം കഷ്ടപ്പെട്ടാണ് മക്കളെയൊക്കെ പഠിച്ചത്. പിന്നെ മക്കളെയൊക്കെ നമ്മൾ നല്ല രീതിയിൽ നമ്മൾ വളർത്തി ഒരു നിലയിലാക്കി. അതാണ് എൻ്റെ സ്വന്തം വീട് ഷൊർണൂരാണ്. ഞാൻ ഇവിടെ എൻ്റെ ഭർത്താവിനെ സ്നേഹിച്ച് കടപ്പുറത്ത് വന്നതാണ്. വളരെയധികം ദുഃഖവും കഷ്ടപ്പാടൊക്കെ അനുഭവിച്ച് ഞാൻ എൻ്റെ മക്കളെയൊക്കെ നല്ല രീതിയിൽ വളർത്തി. ഇപ്പോഴത്തെ തലമുറയ്ക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കൂടുതലും കുട്ടികളും വിദ്യാഭ്യാസം ഇല്ലാതെയും അതായത് മയക്കുമരുന്നിനും പിന്നെ കഞ്ചാവിനും ഒക്കെ അടിമയായിട്ടും നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിൽ നിന്നൊക്കെ നമ്മുടെ മക്കളെ രക്ഷിച്ച് നല്ല രീതിയിലേക്ക് വളർത്തുക, പിന്നെ വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് എപ്പോഴും പറയാനുള്ളത്.